നമസ്കാരം. ഗ്ലോബൽ കോമ്പാക്ട് എയർ പ്രോഗ്രാം അഥവാ GCAP എന്ന പേരിൽ അറിയപ്പെടുന്ന ആറാം തലമുറ യുദ്ധവിമാന പദ്ധതിയിൽ ഇന്ത്യക്ക് ഒബ്സർവർ പദവി നൽകുവാൻ UK-യും ജപ്പാനും ഒരുങ്ങുന്ന വാർത്ത പ്രതിരോധ രംഗത്ത് വലിയ പ്രാധാന്യമാണ് നേടിയിരിക്കുന്നത്. ബ്രിട്ടൻ, ജപ്പാൻ, ഇറ്റലി എന്നീ രാജ്യങ്ങൾ സംയുക്തമായി വികസിപ്പിച്ചെടുക്കുന്ന ഈ അതിനൂതന പോർവിമാന പദ്ധതിയിൽ ഇന്ത്യയെ ഉൾപ്പെടുത്താനുള്ള താല്പര്യം ഈ രാജ്യങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് എങ്കിലും നിലവിൽ ഒരു പൂർണ്ണ പങ്കാളി എന്ന നിലയിലല്ല ഭാരതത്തെ പരിഗണിക്കുന്നത്. പദ്ധതിയുടെ സമയപരിധിയും സാങ്കേതികമായ സങ്കീർണതകളും കണക്കിലെടുത്താണ് ഇന്ത്യക്ക് ഇപ്പോൾ നിരീക്ഷക പദവി മാത്രം വാഗ്ദാനം ചെയ്യുവാൻ ഈ രാജ്യങ്ങൾ തീരുമാനിച്ചിരുന്നതെന്ന് സൂചനകൾ വ്യക്തമാക്കുന്നു. 2027 വിമാനത്തിൻ്റെ പരീക്ഷണ പറക്കൽ നടത്തുവാനും 2035 പൂർണ്ണ സജ്ജമായ പോർവിമാനങ്ങൾ സേവനത്തിനായി തയ്യാറെടുക്കാനുമാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഒരു പുതിയ രാജ്യത്തെ പൂർണ്ണ വികസന പങ്കാളിയായി ചേർക്കുന്നത് പദ്ധതിയുടെ വേഗതയെ ബാധിച്ചേക്കാമെന്ന ആശങ്ക ഈ രാജ്യങ്ങൾക്ക് ഉണ്ടായിരുന്നിരിക്കാം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ നിരീക്ഷക പദവി തന്ത്രപ്രധാനമായ ഒരു നീക്കമാണ്. പൂർണ്ണമായ വ്യാവസായിക വികസന പങ്കാളിത്തം ലഭിക്കുന്നില്ല എങ്കിലും അടുത്ത തലമുറയിലെ യുദ്ധവിമാന സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട അതീവ രഹസ്യ സ്വഭാവമുള്ളതും സാങ്കേതികവുമായ വിവരങ്ങൾ പരിമിതമായ രീതിയിലാണെങ്കിലും മനസ്സിലാക്കുവാൻ ഈ പദവി ഇന്ത്യയെ സഹായിക്കും. ഭാവിയിൽ കൂടുതൽ ആഴത്തിലുള്ള സഹകരണത്തിനുള്ള ഒരു ചവിട്ടുപടിയായിട്ടാണ് ഈ നിരീക്ഷക സ്ഥാനം വിഭാവനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇതിലൂടെ പദ്ധതിയുടെ സാങ്കേതിക ഘടന, പ്രവർത്തന രീതികൾ, വ്യാവസായിക സാഹചര്യം എന്നിവയെക്കുറിച്ച് ഇന്ത്യക്ക് വ്യക്തമായ ധാരണ ലഭിക്കും. കാലക്രമേണ ഈ സഹകരണം വിപുലപ്പെടുത്തുകയും ഉൽപാദനത്തിലോ സംഭരണത്തിലോ അല്ലെങ്കിൽ വികസനത്തിൻ്റെ അടുത്ത ഘട്ടങ്ങളിലോ പങ്കുചേരാനുള്ള സാധ്യതകൾ ഇത് തുറന്നിടുകയും ചെയ്യും. ആറാം തലമുറ പോർവിമാനങ്ങളുടെ നിർമ്മാണത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, നൂതന സ്റ്റെൽത്ത് സംവിധാനങ്ങൾ, അടുത്ത തലമുറ സെൻസറുകൾ, നെറ്റ്വർക്ക് കേന്ദ്രീകൃതമായ യുദ്ധമുറകൾ തുടങ്ങിയ അത്യാധുനിക സാങ്കേതിക വിദ്യകളാണ് GCAP പദ്ധതിയിൽ ഉപയോഗിക്കുന്നത്. ഇന്ത്യ സ്വന്തം നിലയിൽ വികസിപ്പിച്ചെടുത്ത അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് അഥവാ AMCA പദ്ധതിയുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഇത്തരം ആഗോള പദ്ധതികളുമായുള്ള സഹകരണം ഭാരതത്തിന് വലിയ നേട്ടമാകും. ആഗോളതലത്തിൽ പ്രതിരോധ മേഖലയിൽ നടക്കുന്ന സാങ്കേതിക വിപ്ലവങ്ങളെ അടുത്തറിയുന്നതിനും ഇന്ത്യയുടെ സ്വന്തം വ്യോമ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ഈ നിരീക്ഷക പദവി വലിയൊരു മുതൽക്കൂട്ടായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. നിലവിൽ ഇതൊരു പൂർണ്ണ പങ്കാളിത്തമല്ലെങ്കിലും ഭാവിയിലെ വലിയ പ്രതിരോധ ഇടപാടുകൾക്കും സഹകരണങ്ങൾക്കുമുള്ള ഒരു സുപ്രധാന വാതിലായിട്ടാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ ഇതിനെ വിലയിരുത്തുന്നത്. ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങൾ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അത്യാധുനിക പ്രതിരോധ സാങ്കേതിക വിദ്യകൾ പങ്കുവെക്കുന്നതിൽ രാജ്യങ്ങൾ അതീവ ജാഗ്രത പുലർത്താറുണ്ട്. GCAP പോലെയുള്ള ഒരു വിപ്ലവകരമായ ആറാം തലമുറ യുദ്ധവിമാന പദ്ധതിയിൽ മറ്റൊരു രാജ്യത്തിന് നിരീക്ഷക പദവി നൽകുന്നത് സുരക്ഷാപരമായും സാങ്കേതികമായും വലിയ ഉത്തരവാദിത്തങ്ങൾ നിറഞ്ഞ തീരുമാനമാണ്. എന്നിരുന്നാലും ബ്രിട്ടൻ, ജപ്പാൻ, ഇറ്റലി എന്നീ രാജ്യങ്ങൾ ഇന്ത്യയെ ഈ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത് കേവലം ഒരു സൗഹൃദത്തിൻ്റെ പുറത്തല്ല, മറിച്ച് ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ വളരുന്ന ആഗോള സ്വാധീനവും തന്ത്രപരമായ പ്രാധാന്യവും കൃത്യമായി വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ്. ഇതിനു പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ, സാമ്പത്തിക, സൈനിക ലക്ഷ്യങ്ങൾ ഈ മൂന്ന് വികസിത രാജ്യങ്ങൾക്കുമുണ്ട്. ഇന്ത്യയെ ഈ പദ്ധതിയുടെ ഭാഗമാക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഇന്ത്യയുടെ വിശാലമായ പ്രതിരോധ വിപണി തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ ഇറക്കുമതി രാജ്യങ്ങളിൽ ഒന്നായ ഇന്ത്യക്ക് വരും ദശകങ്ങളിൽ നൂറുകണക്കിന് അത്യാധുനിക യുദ്ധവിമാനങ്ങൾ ആവശ്യമായി വന്നേക്കാം. GCAP പദ്ധതിയുടെ ഭാഗമായി വികസിപ്പിക്കുന്ന വിമാനങ്ങൾ ഭാവിയിൽ ഇന്ത്യക്ക് വിൽക്കാൻ സാധിച്ചാൽ അത് ഈ പദ്ധതിയുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ സഹായിക്കും. കൂടാതെ ചൈനയുടെ ഏഷ്യൻ മേഖലയിലെ വർദ്ധിച്ചു വരുന്ന സൈനിക സാന്നിധ്യം ബ്രിട്ടൻ, ജപ്പാൻ, ഇറ്റലി എന്നീ രാജ്യങ്ങളെ ഒരുപോലെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ചൈനയെ പ്രതിരോധിക്കുവാൻ ഇന്ത്യയെപ്പോലെ കരുത്തുറ്റ ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ പങ്കാളിത്തം അത്യന്താപേക്ഷിതമാണെന്ന് ഈ രാജ്യങ്ങൾ തിരിച്ചറിയുന്നു. ഇന്തോ പസഫിക് മേഖലയുടെ സുരക്ഷയിൽ ഇന്ത്യ വഹിക്കുന്ന നിർണായക പങ്ക് തന്നെയാണ് അവരെ ഇന്ത്യയിലേക്ക് ആകർഷിക്കുന്ന പ്രധാന ഘടകം. സാങ്കേതികമായും ഇന്ത്യയുടെ വളർച്ച അവഗണിക്കാൻ കഴിയാത്തതാണ്. IT സോഫ്റ്റ്വെയർ രംഗങ്ങളിൽ ഇന്ത്യക്കുള്ള ലോകോത്തര മികവ് ആറാം തലമുറ വിമാനങ്ങളുടെ നിർമ്മാണത്തിൽ വലിയ പങ്ക് വഹിക്കുവാൻ സാധ്യതയുണ്ട്. ആറാം തലമുറ വിമാനങ്ങൾ എന്നത് പ്രധാനമായും സോഫ്റ്റ്വെയറിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലും അധിഷ്ഠിതമായ ഒന്നായതിനാൽ ഇന്ത്യയുടെ ഈ കരുത്ത് പദ്ധതിക്ക് ഗുണകരമാകുമെന്ന് അവർ കണക്ക് കൂട്ടുന്നു. അതോടൊപ്പം തന്നെ
ഇന്ത്യയുടെ പ്രതിരോധ നയം കൂടുതൽ ആത്മനിർഭർ ഭാരത് അഥവാ സ്വയം പര്യാപ്തതയിലേക്ക് മാറുന്നതിനാൽ ഇന്ത്യയെ മാറ്റി നിർത്തുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ തങ്ങളുടെ താൽപ്പര്യങ്ങൾക്ക് വിഘാതമാകുമെന്നും ഈ രാജ്യങ്ങൾ ഭയപ്പെടുന്നു. ഇന്ത്യയെ തുടക്കത്തിലെ ഒരു നിരീക്ഷക പദവിയിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ വിശ്വാസ്യത വളർത്തുവാനും ഭാവിയിൽ വലിയ തോതിലുള്ള വ്യാവസായിക സഹകരണത്തിന് വഴി തുറക്കുവാനും അവർ ലക്ഷ്യമിടുന്നു. ചുരുക്കത്തിൽ സാമ്പത്തിക നേട്ടങ്ങളും ഭൗമരാഷ്ട്രീയ താൽപ്പര്യങ്ങളും ഇന്ത്യയുടെ സാങ്കേതിക ശേഷിയും ഒത്തുചേരുന്നതാണ് ഇന്ത്യയെ ഈ ഉന്നത സ്ഥാനത്തേക്ക് പരിഗണിക്കുവാൻ GCAP രാജ്യങ്ങളെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ. GCAP എന്നറിയപ്പെടുന്ന 6ാം തലമുറ യുദ്ധവിമാന പദ്ധതിയിൽ ഇന്ത്യ നിരീക്ഷക പദവിയിലേക്ക് ക്ഷണിക്കാനുള്ള ബ്രിട്ടൻ, ജപ്പാൻ, ഇറ്റലി എന്നീ രാജ്യങ്ങളുടെ നീക്കം ഏഷ്യയിലെയും ആഗോള തലത്തിലെയും ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങളിൽ വലിയ ചലനങ്ങളാണ് സൃഷ്ടിക്കാൻ പോകുന്നത്. ദക്ഷിണേഷ്യൻ മേഖലയിൽ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന സൈനിക സ്വാധീനത്തെയും ആഗോള പ്രതിരോധ പങ്കാളിത്തങ്ങളെയും ചൈനയും പാകിസ്ഥാനും അതീവ ജാഗ്രതയോടെയും ആശങ്കയോടെയുമാണ് വീക്ഷിക്കുന്നത്. ഇന്ത്യക്ക് ഇത്തരമൊരു ആധുനിക സാങ്കേതിക വിദ്യയിലേക്ക് പ്രവേശനം ലഭിക്കുന്നത് മേഖലയിലെ തന്ത്രപരമായ സന്തുലിതാവസ്ഥയെ തങ്ങൾക്കെതിരാക്കുമെന്ന് ഈ രണ്ട് രാജ്യങ്ങളും ഭയപ്പെടുന്നു. ചൈനയെ സംബന്ധിച്ചിടത്തോളം ഈ നീക്കം ഇന്ത്യയുടെ സൈനിക ശേഷി വർദ്ധിപ്പിക്കുക മാത്രമല്ല, മറിച്ച് അമേരിക്കയുടെ സഖ്യകക്ഷികളായ ബ്രിട്ടൻ, ജപ്പാൻ എന്നിവരുമായി ഇന്ത്യ കൂടുതൽ അടുക്കുന്നു എന്നതിൻ്റെ സൂചന കൂടിയാണ്. ഇന്തോ പസഫിക് മേഖലയിൽ ചൈനയുടെ കടന്നുകയറ്റങ്ങളെ പ്രതിരോധിക്കുവാൻ രൂപീകരിച്ച ക്വാഡ് പോലെയുള്ള കൂട്ടായ്മകളുടെ സൈനികമായ അനുബന്ധമായിട്ടാണ് ചൈന ഇതിനെ കാണുന്നത്. 6ാം തലമുറ യുദ്ധവിമാനങ്ങൾ വികസിപ്പിക്കുന്നതിൽ നിലവിൽ ചൈനയുടെ J-20 പോലെയുള്ള വിമാനങ്ങൾക്കുള്ള മേൽക്കോയ്മ ഭാവിയിൽ ഇന്ത്യ ഇല്ലാതാക്കുമെന്ന് അവർ കരുതുന്നു. സാങ്കേതിക വിദ്യ കൈമാറ്റത്തിലൂടെ ഇന്ത്യയുടെ തദ്ദേശീയ വിമാന പദ്ധതിയായ AMCയെ കരുത്താർജിക്കുന്നത് ചൈനീസ് വ്യോമസേനയ്ക്ക് വരും ദശകങ്ങളിൽ വലിയ വെല്ലുവിളിയാകും. അതിനാൽ പാശ്ചാത്യ രാജ്യങ്ങൾ ഇന്ത്യയെ ഉപയോഗിച്ച് തങ്ങളെ വളയാൻ ശ്രമിക്കുന്നു എന്ന ആഖ്യാനമാണ് ചൈനീസ് മാധ്യമങ്ങളും നയതന്ത്രജ്ഞരും ഉയർത്തുന്നത്. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം കൂടുതൽ ആശങ്കാകുലമാണ്. ഇന്ത്യയുമായി നിരന്തരം സംഘർഷം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യക്ക് ലഭിക്കുന്ന ഏത് നൂതന ആയുധവും തങ്ങളുടെ സുരക്ഷയ്ക്ക് നേരിട്ടുള്ള ഭീഷണിയാണെന്ന് പാകിസ്ഥാൻ കരുതുന്നു. 6ാം തലമുറ യുദ്ധവിമാനങ്ങളുടെ സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത യുദ്ധമുറകളും പാകിസ്ഥാന്റെ നിലവിലെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ നിഷ്പ്രഭമാക്കുവാൻ ശേഷിയുള്ളതാണ്. ഇത് നേരിടുവാൻ പാകിസ്ഥാൻ സ്വാഭാവികമായും ചൈനയെ കൂടുതൽ ആശ്രയിക്കുകയും ചൈനീസ് നിർമ്മിത അത്യാധുനിക വിമാനങ്ങൾ സ്വന്തമാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യും. ഇന്ത്യയുടെ ഈ സാങ്കേതിക മുന്നേറ്റം ദക്ഷിണേഷ്യയിൽ ഒരു പുതിയ ആയുധ മത്സരത്തിന് കാരണമാകുമെന്നും മേഖലയിലെ സമാധാനത്തിന് ഭീഷണിയാകുമെന്നുമാണ് പാകിസ്ഥാൻ അന്താരാഷ്ട്ര വേദികളിൽ വാദിക്കുന്നത്. ചുരുക്കത്തിൽ ഇന്ത്യയുടെ ഈ മുന്നേറ്റം തങ്ങളുടെ പ്രതിരോധ തന്ത്രങ്ങളെ പുനർവിചിന്തനം ചെയ്യുവാൻ ചൈനയെയും പാകിസ്ഥാനെയും ഒരുപോലെ പ്രേരിപ്പിക്കുന്നു. GCAP പദ്ധതിയിൽ ഇന്ത്യയെ ഒരു നിരീക്ഷക രാജ്യമായി ഉൾപ്പെടുത്തുവാനുള്ള അന്താരാഷ്ട്ര നീക്കം ഭാരതത്തിൻ്റെ പ്രതിരോധ ചരിത്രത്തിലെ നിർണായകമായ ഒരു നാഴികക്കല്ലായി വിശേഷിപ്പിക്കാം. സ്വന്തമായി ഒരു 6ാം തലമുറ യുദ്ധവിമാനം നിർമ്മിക്കുക എന്ന ഇന്ത്യയുടെ സ്വപ്നത്തിന് ഈ പങ്കാളിത്തം എത്രത്തോളം കരുത്തു പകരുമെന്നത് ലോകമെമ്പാടുമുള്ള പ്രതിരോധ വിദഗ്ധർ ചർച്ച ചെയ്യുന്ന വിഷയമാണ്. നിലവിൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന 5ാം തലമുറ യുദ്ധവിമാനമായ AMCA പദ്ധതിയുടെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ GCAP നൽകുന്ന സാങ്കേതികമായ ഉൾക്കാഴ്ചകൾ ഇന്ത്യയുടെ 6ാം തലമുറ വിമാന നിർമ്മാണ സാധ്യതകളെ ഗണ്യമായി വർദ്ധിപ്പിക്കുന്നു എന്ന് തന്നെ പറയാം. ഒരു രാജ്യം സ്വന്തമായി അത്യാധുനിക യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുമ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി സങ്കീർണമായ സാങ്കേതിക വിദ്യകളുടെ അഭാവമാണ്. 6ാം തലമുറ വിമാനങ്ങളിൽ അവിഭാജ്യ ഘടകമായ ഡയറക്റ്റഡ് എനർജി വെപ്പണുകൾ, സെൽഫ് ഹീലിംഗ് ഫ്യൂസലേജ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത പൈലറ്റിംഗ് എന്നിവയിൽ ബ്രിട്ടനും ജപ്പാനും ഇറ്റലിയും കൈവരിച്ച പുരോഗതി നേരിട്ട് കണ്ട് മനസ്സിലാക്കുവാൻ നിരീക്ഷക പദവിയിലൂടെ ഇന്ത്യക്ക് സാധിക്കും. ഇത് ഇന്ത്യയുടെ ഗവേഷണ വികസന മേഖലയ്ക്ക് വലിയ തോതിലുള്ള സമയലാഭവും സാമ്പത്തിക ലാഭവും നൽകും. കേവലം ഒരു വിമാനം വാങ്ങുന്നതിലുപരി അത്തരമൊരു അത്യാധുനിക യന്ത്രം എങ്ങനെ വിഭാവനം ചെയ്യപ്പെടുന്നു എന്ന പ്രക്രിയ മനസ്സിലാക്കുന്നത് ഇന്ത്യയുടെ തദ്ദേശീയമായ എഞ്ചിനീയറിംഗ് ശേഷിയെ ഉത്തേജിപ്പിക്കുകയും ഭാവിയിൽ പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിച്ച ഒരു 6ാം തലമുറ യുദ്ധവിമാനത്തിലേക്ക് വഴി തുറക്കുകയും ചെയ്യും. കൂടാതെ ഈ പദ്ധതിയുടെ ഭാഗമാകുന്നതിലൂടെ ആഗോള പ്രതിരോധ വിതരണ ശൃംഖലയുടെ ഭാഗമാകുവാൻ ഇന്ത്യൻ കമ്പനികൾക്ക് അവസരം ലഭിക്കും. ഇത് രാജ്യത്തെ സ്വകാര്യ പ്രതിരോധ നിർമ്മാണ മേഖലയ്ക്ക് വലിയ ഉണർവ് നൽകുന്ന ഒന്നാണ്. നിരീക്ഷക പദവിയിൽ നിന്ന് ഭാവിയിൽ ഒരു പൂർണ്ണ പങ്കാളിയായി മാറുകയോ അല്ലെങ്കിൽ ഈ പദ്ധതിയിൽ നിന്ന് ആർജിച്ച അറിവ് ഉപയോഗിച്ച് സ്വന്തം നിലയിൽ വിമാനങ്ങൾ നിർമ്മിക്കുകയോ ചെയ്യുന്നത് ഇന്ത്യയെ പ്രതിരോധ രംഗത്തെ ഒരു ആഗോള ശക്തിയാക്കി മാറ്റാൻ സഹായിക്കും.
സാങ്കേതിക വിദ്യകൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമെന്ന നിലയിൽ നിന്ന് അത് വികസിപ്പിക്കുകയും കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്ന രാജ്യമായി മാറുവാനുള്ള ഇന്ത്യയുടെ പരിശ്രമങ്ങൾക്ക് GCAP വലിയൊരു പ്രേരക ശക്തിയാകും. ചുരുക്കത്തിൽ സ്വന്തമായി 6ാം തലമുറ യുദ്ധവിമാനം നിർമ്മിക്കാനുള്ള ഇന്ത്യയുടെ ലക്ഷ്യത്തിലേക്ക് നടന്നു കയറാനുള്ള ഒരു സുപ്രധാന പാലമായി ഈ അന്താരാഷ്ട്ര സഹകരണത്തെ കാണാനാകുന്നതാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.